എയർ ആംബുലൻസ് പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന് പുറത്തേക്ക് വീണ്ടും ഹൃദയ കൈമാറ്റം. മസ്തിഷ്ക മരണം സംഭവിച്ച തൃശൂർ സ്വദേശി അശോകന്റെ ഹൃദയമാണ് 1.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിൽ ചെന്നൈ ഫോർട്ടിസ് മലർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അശോകന്റെ മറ്റ് ആന്തരിക അവയവങ്ങളും ദാനം ചെയ്തു. കാലത്ത് 9 മണിയോടെ ചെന്നൈ ഫോർട്ടിസ് മലർ ആശുപത്രിയിലെ കാർഡിയോതെറാപ്പി സർജൻ വി ശ്രീനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം അശോകന്റെ ഹൃദയമെടുക്കൽ ശസ്ത്രക്രിയയ്ക്കായി ദയ ആശുപത്രിയിലെത്തി. 1.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിൽ വിജയകരമായ പൂർത്തീകരണം. തുടർന്ന് 12 മണിയോടെ ഹൃദയം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്നും എയർ ആംബുലൻസിൽ ഹൃദയം ചെന്നൈയിലേക്ക്. അശോകന്റെ മറ്റ് ശാരീരികാവയവങ്ങളുടെ ശസ്ത്രക്രിയകളും വിജയകരമായി പൂർത്തിയാക്കി. ഇതിൽ 6 പേർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഹൃദയം ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ ലിവർ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്, കിഡ്നി 2 പേർക്കാണ് കൊടുക്കുന്നത്, കാരണം 2 കിഡ്നി ഉള്ളതുകൊണ്ട്, പിന്നെ കണ്ണ് 2 പേർക്ക് കൊടുക്കും. അശോകന്റെ ഹൃദയം നൽകുന്നത് ചെന്നൈ സ്വദേശിയും പഞ്ചാബ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ 66-കാരൻ വിജയ് കെയ്നാണ്. കരൾ സ്വീകർത്താവ് കാലടി സ്വദേശി ജോണി. ചെറുതുരുത്തി സ്വദേശിയും ഡിവൈഎഫ്ഐ പ്രവർത്തകനുമായ അശോകന് കഴിഞ്ഞ 27-നാണ് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നത്. 6 പേർക്ക് ജീവിതം പകുത്തു നൽകി അന്ത്യയാത്ര. മരണമില്ലാത്തവനു പേർ അശോകൻ. ക്യാമറമാൻ ഷെഹിർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.